ഇപ്പോൾ നമുക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് ഒരു അതിഥിയുണ്ട്. ഗണ്ടർബാളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥി ആഷിഫാണുള്ളത്. ആഷിഫ്, ഇന്നലെ രാത്രി കനത്ത ഷെല്ലിങ്ങും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ആക്രമണവുമാണ് എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ആഷിഫിന്റെ അനുഭവം? ഞാൻ സ്ഥിതി ചെയ്യുന്നത് ഗാന്ദർബലിലാണ്. ഗാന്ദർബൽ ശ്രീനഗർ ഭാഗത്തേക്ക് നമ്മൾ ഷെല്ലിങ്ങും കാര്യങ്ങളൊന്നും നിലവിലിവിടെ ഇല്ല. ഇവിടെ നമ്മളെല്ലാവരും ഇവിടെ ഏകദേശം 130-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ് ഈ അവസരത്തിൽ. വിവിധ ഇനം സ്ഥാപനങ്ങളായിട്ട്, അതായത് NIT, NIFT, സ്കോസ്റ്റ്, അതുപോലെ തന്നെ സ്കിംസ് മെഡിക്കൽ കോളേജ്, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ. നമ്മൾ ഇന്നലെ രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജിലന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മൾ ഷെല്ലിങ്ങോ കാര്യങ്ങളോ എക്സ്പ്ലോഷൻസോ കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അവിടെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നോ? വ്യോമാക്രമണ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ? മുന്നറിയിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് കരുതി ഒരു രാത്രി 1 മണി വരെ ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി 1 മണി വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സൈറനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും മുടങ്ങിയിട്ടില്ല. ഞാൻ പറയുന്നത് ശ്രീനഗർ, ഗാന്ദർബല് ഈ ഏരിയയിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ നിലവിലുള്ളത്. മലയാളി വിദ്യാർത്ഥികൾ ഏറെയുള്ള സ്ഥലമാണല്ലോ. അവിടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനൊക്കെ നിയന്ത്രണമുണ്ടോ? എന്തൊക്കെ പുതിയ നിയന്ത്രണങ്ങളുണ്ട്? അന്തരീക്ഷം എങ്ങനെയില്ല? നമുക്ക് ഇവിടെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോ ഈ ഗാന്ദർബലായാലും ശ്രീനഗർ ആയി കഴിഞ്ഞാലും ഇവിടെ നിയന്ത്രണ കാര്യങ്ങളൊന്നും. അതുപോലെ തന്നെ ബഡ്ഗാമിലും ഒരു സ്ഥാപനമുണ്ട്, NIFT. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, ആവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാം. അതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ചെക്കിംഗ് ഉണ്ട്. എല്ലാവരും വിജിലന്റ് ആണ് ഇവിടെ. ഇപ്പോൾ ഈ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ ഓഫീസുകളും ഒക്കെ അടഞ്ഞുകിടക്കില്ല. അത്യാവശ്യം വേണ്ടവ മാത്രമല്ലേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ? അതെ. ഇവിടുത്തെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലോസ്ഡ് ആണ്. ഇന്നലെ വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാം ക്ലോസ്ഡ് ആണ്, ഒന്നും ഓപ്പൺ അല്ല. എന്ന് കരുതി ബാക്കിയുള്ള കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ നിന്നുള്ള എത്രത്തോളം വലിയ വിന്യാസമാണ്, സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ? കാരണം നിങ്ങൾ കുറച്ചു കാലമായി അവിടെ പഠിക്കുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ, ഓരോ കാലത്തെയും സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ ഈ പഹൽഗാമിന് നമ്മൾ തിരിച്ചടി നൽകിയതിന് പിന്നാലെ, പാക് പ്രകോപനത്തിന് പിന്നാലെ, നിയന്ത്രണയ്ക്ക് സമീപത്തെ വീടുകളും സാധാരണക്കാരെയും ആക്രമിക്കുന്നതിന് പിന്നാലെ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്? അതായത് ഞാനിവിടെ 3 വർഷമായി ഞാനിവിടെ കാശ്മീരിൽ വന്നിട്ട്. അപ്പോ ഈ 3 വർഷത്തിനിടയിൽ ഞാൻ ഈ പഹൽഗാം അക്രമത്തിന് മുന്നേ വരെ നമുക്ക് എന്ത് ചെയ്യാനില്ല, യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏത് സ്ഥലത്തും ആണെങ്കിലും നമുക്ക് പോകാമായിരുന്നു. അങ്ങനെ നിയന്ത്രണവും കാര്യങ്ങളും. ഈ അക്രമത്തിന് ശേഷം ഇവിടുത്തെ ആളുകളുടെ ഭാവം തന്നെ മാറും. അവരെല്ലാവരും ടെൻസ്ഡ് ആണ്, എല്ലാവരും വറീഡാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ ലോക്കൽസിന്റെ കാര്യമാണ്. എസ്പെഷ്യലി നമ്മളിപ്പോ പൂഞ്ചിലിപ്പോ നമുക്ക് നല്ല അക്രമം നടക്കുന്ന അറിയാം. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ പൂഞ്ചിലുണ്ട്. അപ്പോ നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. അവിടെ ഇപ്പോഴും തുടർച്ചയായിട്ട് ഷെല്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്റെ സുഹൃത്ത് വിളിച്ചു പറയണ്ടായി. ഇപ്പോഴും അവിടെ തുടർച്ചയായിട്ട് ഷെല്ലിങ് തുറന്നുകൊണ്ടിരിക്കുകയാണ് പറയണ്ടായി. ആഷിഫാണ് വിവരങ്ങൾ അവിടെ നിന്ന് നൽകിയത്. കുറേ മലയാളി വിദ്യാർത്ഥികൾ ശ്രീനഗറിലുണ്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കൂ. പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് വിചാരിക്കാം. ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും വളരെ നിർണായകമായ രാത്രിയായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നാണ് പ്രകോപനം തുടങ്ങിയത്. പാകിസ്ഥാൻ ഇന്നലെ 8:30 ജമ്മുവിലേക്ക് അവരുടെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. പാകിസ്ഥാന്റെ ആക്രമണത്തിന് ആ നിമിഷം തന്നെ ഇന്ത്യ തിരിച്ചടി നൽകി. 4 പാകിസ്ഥാൻ വിമാനങ്ങൾ നിലംപരിശായി.